Issue of shares. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആണ്. അപ്പൊ ആദ്യം നമുക്കൊരു കമ്പനി എന്നാൽ എന്താണെന്ന് നോക്കാം. എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് an artificial person created by law with perpetual succession formed for some common purpose with capital divided into a number of transferable shares. ഇപ്പൊ കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് an artificial person created by law. നമ്മൾ നിയമപ്രകാരം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ദെൻ ഇറ്റ് ഹാസ് പെർപെച്വൽ സക്സഷൻ, കണ്ടിന്യൂസ് ലൈഫോട് കൂടിയാണ് അത് നമ്മൾ ഫോം ചെയ്യുന്നത്. ആൻഡ് ഫോംഡ് ഫോർ സം കോമൺ പർപ്പസ്, ഏതെങ്കിലും ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ക്രിയേറ്റഡ് ബൈ ലോ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോം ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഇസ് ഫോർ സം കോമൺ പർപ്പസ് വിത്ത് ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ട്രാൻസ്ഫറബിൾ ഷെയർസ്. ഇനി അതിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിന്റെ മൂലധനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ഷെയർസ്. അതിനെ നമ്മൾ പല ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു വിച്ച് ഈസ് ട്രാൻസ്ഫറബിൾ. ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പിലാണ് പ്രധാനമായിട്ടും. ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്, അതായത് ഒരാൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്വന്തമായിട്ട് ആ ബിസിനസ് ചെയ്യുന്നു, അതിന്റെ ഏർണിങ്സും ആ റിസ്കും എല്ലാം അയാൾ തന്നെ ഏറ്റെടുക്കുന്നു. ദെൻ നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ആണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ദെൻ അതിന്റെ ലയബിലിറ്റി, പ്രോഫിറ്റ് ഉണ്ടായാലും റിസ്ക് ഉണ്ടായാലും എല്ലാം അവർ ഷെയർ ചെയ്തെടുക്കുന്നു. അതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മൾ കമ്പനി ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇപ്പൊ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതിന്റെ മൂലധനം എന്ന് പറയുന്നതിനെ ക്യാപിറ്റലിനെ ട്രാൻസ്ഫറബിൾ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ ഒരു ഷെയർ എടുത്താലും അയാളെ കമ്പനിയിൽ അയാൾക്ക് ഓണർഷിപ്പ് റൈറ്റ് ഉണ്ട്. സോ ഇറ്റ് ഇസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. നമുക്ക് താല്പര്യമുള്ളവർ മാത്രമേ അതിൽ ജോയിൻ ചെയ്യുള്ളൂ. ആരെയും കമ്പനി ചെയ്തിട്ട് ചെയ്യുന്നതൊന്നുമല്ല. വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. Then the members of joint stock company are known as shareholders. അപ്പോൾ ഒരു ഷെയർ വാങ്ങിയാലും അവർ നമ്മളൊരു ഷെയർ ഹോൾഡർ എന്നാണ് പറയുന്നത്. And the liability of the members of a company is usually limited to the face value of the shares held by them. ഇനി അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആ ഷെയറിന്റെ വാല്യൂ, അതായത് ഇൻ കേസ് കമ്പനി നഷ്ടത്തിലാവുകയോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഷെയറിന്റെ പൈസ കിട്ടില്ല, അത്രേ വരുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ലയബിലിറ്റിയും അവർക്കില്ല. നേരെ തിരിച്ച് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അതിൽ ലയബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടി ലയബിൾ ആയിട്ട് വരും, അഥവാ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കമ്പനിയുടെ കേസിൽ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ, അതായത് ആ ഷെയറിന്റെ ഫേസ് വാല്യൂവിന്റെ അത്രയും ലയബിലിറ്റി അവർക്കുള്ളൂ. ദെൻ എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? The term share capital denotes the amount of capital raised or to be raised to the issue of shares by a company. അപ്പോൾ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് റേസ് ചെയ്യേണ്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മൂലധനം. ദ ഫോളോയിങ് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഷെയർ ക്യാപിറ്റലിൽ തന്നെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് വൺ അതറൈസ്ഡ്, രജിസ്റ്റേർഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേസ്ഡ് ബൈ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ അതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ്. ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് മാക്സിമം റേസ് ചെയ്യാവുന്ന ക്യാപിറ്റലിനെ നമ്മൾ അതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ആ ഒരു അതറൈസ്ഡ് ക്യാപിറ്റലിന്റെ അപ്പുറത്തേക്ക് കമ്പനിക്ക് ക്യാപിറ്റൽ കൂട്ടാൻ പാടില്ല. അത് ഓൾറെഡി മെമ്മോറാണ്ടം ഓഫ് ദ കമ്പനിയിൽ, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എത്രയാണ് ആ എമൗണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് അതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു ദ പബ്ലിക്. അപ്പോൾ കമ്പനി ഇപ്പോൾ അതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു എമൗണ്ട് വെച്ച് കഴിഞ്ഞാലും അത് ഫുള്ള് കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. അപ്പൊ കമ്പനി അതിൽ നിന്നും എത്ര പാർട്ട് എന്തുമാത്രമാണ് പബ്ലിക്കിനെ ഇഷ്യൂ ചെയ്യുന്നത്, പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്, അതായത് ആൾക്കാരോട് ഷെയർ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന എത്ര എമൗണ്ട് ഉണ്ടോ അത് ഫുള്ള് ഇഷ്യൂ ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. കമ്പനിക്ക് ആവശ്യമുള്ള അത്രയും കമ്പനി ഇഷ്യൂ ചെയ്താൽ മതി. ആ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ നോട്ട് ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു ദ പബ്ലിക് ഈസ് നോൺ ആസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂ ചെയ്യാത്ത ആ പാർട്ടാണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. നെക്സ്റ്റ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. It is that part of issued capital which represents a face value of shares subscribed by the public. അപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്ത ആ ക്യാപിറ്റലിൽ, അതായത് ഇഷ്യൂഡ് ക്യാപിറ്റലിൽ പബ്ലിക് എത്രത്തോളം സബ്സ്ക്രൈബ് ചെയ്തു അതിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കമ്പനി ഇപ്പൊ 100 ഷെയർ ഓഫർ ചെയ്തു. 100 ഷെയർ എല്ലാവരും വാങ്ങിക്കൊള്ളണം എന്നില്ല, മുഴുവൻ ഷെയറും വിറ്റുപോയിക്കൊള്ളണം എന്നില്ല. അപ്പൊ എത്ര എണ്ണം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു.
ഇതിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ എമൗണ്ടിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The balance of issued capital not subscribed by the public is called unsubscribed capital. അപ്പോൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്തത്, അതായത് ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷനെ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഹോൾഡ് അപ്പ് ക്യാപിറ്റൽ. It is that portion of subscribed capital demanded by the company from the shareholders on the shares allotted to them. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ, അതായത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു, അതിൽ തന്നെയും കമ്പനി അത് മുഴുവൻ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഷെയറിന്റെ വാല്യൂ 100 രൂപയാണെങ്കിൽ കമ്പനി ഒറ്റ പ്രാവശ്യമായിട്ടല്ല പല പ്രാവശ്യമായിട്ടാണ് കമ്പനി ആ പൈസ വാങ്ങിയെടുക്കുക, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ മണി ആയിട്ട് വാങ്ങും, രണ്ടാമത് അവർക്ക് അത്രയും ഷെയർ അലോട്ട് ചെയ്യും, അതിനുശേഷം കമ്പനി ഡിഫറെന്റ് കോൾസ് നടത്തും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ ആദ്യം ചിലപ്പോൾ 20 റുപ്പീസ് ആയിരിക്കാം ആപ്ലിക്കേഷൻ മണി, ദെൻ അഗെയിൻ 20 റുപ്പീസ് ആയിരിക്കാം അലോട്ട്മെന്റ്, ദെൻ കമ്പനിക്ക് ഇഷ്ടമുള്ള എമൗണ്ട് വെച്ച് പല സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ ഓരോന്നും 20 റുപ്പീസോ വെച്ചിട്ടൊക്കെ കമ്പനിക്ക് കോൾ ചെയ്യാം. അപ്പൊ എത്ര എമൗണ്ട് കമ്പനി ഡിമാൻഡ് ചെയ്തു, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ നിന്നും കമ്പനി എത്ര കോളപ്പ് ചെയ്തു, എത്ര ഡിമാൻഡ് ചെയ്തു, അതിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അലോട്ട് ചെയ്ത ഷെയർസിൽ നിന്നും എത്ര കമ്പനി വിളിച്ചു, എത്ര എമൗണ്ട് കമ്പനി കോളപ്പ് ചെയ്തു. Then next, balance of unsubscribed capital which has not been called up is referred to as uncalled capital. അപ്പൊ ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ വിളിക്കാത്ത ബാക്കി, അതായത് നമ്മൾ പറഞ്ഞു പല കോൾസ് ആയിട്ടാണ് കമ്പനി ഫുൾ എമൗണ്ട് വിളിച്ചെടുക്കുക, അത് പല സ്റ്റെപ്പ് ആയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതിൽ വിളിക്കാത്ത ആ പോർഷൻ ഇറ്റ് ഈസ് നോൺ ആസ് uncalled capital. Next is paid up capital. The portion of the called up capital of the company which is actually paid by the shareholders is known as paid up capital. ഇപ്പോൾ കമ്പനി കോൾ വിളിച്ചാലും അത്രയും ഷെയർസ് അലോട്ട് ചെയ്തിട്ടുള്ള പാർട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് കൊണ്ട് ആ കോൾ വിളിച്ച എമൗണ്ട് ചിലപ്പോൾ അടക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ എത്ര എമൗണ്ട് പബ്ലിക് അടച്ചു, അലോട്ട് ചെയ്ത ഷെയർസിൽ തന്നെ ചിലപ്പോൾ ചിലർക്ക് കോൾ വിളിക്കുന്ന സമയത്ത് പൈസ അടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ കമ്പനിയിലേക്ക് എത്ര പേര് പൈസ അടച്ചു, ആക്ച്വലി എത്ര എമൗണ്ട് പെയ്ഡ് ആണ്, ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിട്ടുണ്ട്, അതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓൾറെഡി അവർക്ക് ഷെയർ നമ്മൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞു, അലോട്ട്മെന്റ് സ്റ്റേജിൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ അവർക്ക് കോള് നടത്തിയപ്പോൾ, കമ്പനി കോള് നടത്തിയപ്പോൾ അവർക്ക് പൈസ അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളതിനെയാണ്, അപ്പൊ എത്ര എമൗണ്ട് അടച്ചു കഴിഞ്ഞു അതിനെ നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. Then the unpaid portion of the called up capital is called calls in arrear. ഇനി അതിൽ തന്നെ ആ കൊടുക്കാൻ പറ്റാത്ത പോർഷനെ നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ്, എന്താണ് ഈ ഷെയർ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പറഞ്ഞു ഷെയർ എന്ന് പറയുന്നത് അതിന്റെ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെ ട്രാൻസ്ഫറബിൾ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ട്രാൻസ്ഫറബിൾ ഷെയർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷെയർ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു ഷെയർ, നമ്മൾ ഒരു ഷെയർ വാങ്ങിയാൽ നമുക്ക് കമ്പനിയിൽ ഓണർഷിപ്പ് ഉണ്ട്, ദെൻ വി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ്, നമുക്ക് മറ്റുള്ളവർക്ക് വിൽക്കാം. അതാണ് ട്രാൻസ്ഫറബിൾ ഷെയർസ് എന്ന് പറയുന്നത്. എ ഷെയർ ഈസ് വൺ ഓഫ് ദ യൂണിറ്റ്സ് ഇൻ ടു വിച്ച് ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ്. അപ്പൊ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് ആണ് ഷെയർ. So share in the capital of the company and share is a share in the capital of the company. Share എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ആണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലെ ഒരു ഷെയർ ആണ്. ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക്, സ്റ്റോക്കും അതിൽ ഉൾപ്പെടുന്നു. സ്റ്റോക്ക് മീൻസ് എ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ് പുട്ട് ടുഗദർ ഫോർ കൺവീനിയൻസ്. അപ്പൊ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഫുള്ളി പെയ്ഡ് ഷെയർസിന്റെ ഒരു ബണ്ടിലിന് ഒരുമിച്ച് പറയുന്നതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. And next, kinds of shares. കമ്പനീസിൽ രണ്ട് തരത്തിലുള്ള ഷെയർസ് ആണുള്ളത്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഓർ ഓർഡിനറി ഷെയർസ്. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ വോട്ടിംഗ് ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ്. അപ്പൊ ഷെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വോട്ടിംഗ് റൈറ്റിന്റെയും അതുപോലെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന്റെയും ബേസിസിലാണ്. ഫസ്റ്റ് നമുക്ക് എന്താ പ്രിഫറൻസ് ഷെയർ എന്ന് നോക്കാം. ദേ എൻജോയ് സർട്ടൻ പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് സം പ്രിഫറൻഷ്യൽ റൈറ്റ്. ഏതൊക്കെ കാര്യത്തില് അവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മുൻഗണനയുണ്ട്. ഫസ്റ്റ്, ആസ് ടു ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് ഡ്യൂറിംഗ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. അവർക്ക് ഡിവിഡൻഡ് ഒരു ഫിക്സഡ് റേറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കും കമ്പനി. ദെൻ ആസ് ടു ദ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ, കമ്പനി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവർക്കാണ് ആദ്യം ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നത്, അവർക്കാണ്. അപ്പൊ അവരുടെ പ്രിഫറൻഷ്യൽ റൈറ്റ് കൊണ്ടാണ് അതിന് പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രിഫറൻസ് ഷെയർസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്.
അതൊന്നും നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നില്ല. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എക്സെട്ര. ദെൻ ഇക്വിറ്റി ഓർ ഓർഡിനറി ഷെയർസ്. അടുത്തത് ഇക്വിറ്റി ഷെയർസ് ആണ്. അതിന്റെ ഡെഫിനിഷൻ തന്നെ ഇക്വിറ്റി ഷെയർ ഇസ് എ ഷെയർ വിച്ച് ഇസ് നോട്ട് എ പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർ അല്ലാത്തതൊക്കെ ഇക്വിറ്റി ഷെയർ ആണ്. അപ്പൊ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഉള്ളവരെ, അതായത് ഡിവിഡൻഡ് പേയ്മെന്റിലും വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ക്യാപിറ്റൽ റീപേയ്മെന്റിലും പ്രിഫറൻസ് ഉള്ളവരെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രിഫറൻസും ഇല്ലാത്തവരാണ് ഇക്വിറ്റി ഷെയർസ്. These are shares having no special rights either for dividend or for repayment of capital on winding up. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു പ്രിഫറൻസ് ഒന്നുമില്ല, സ്പെഷ്യൽ റൈറ്റുകളൊന്നുമില്ല. ബട്ട് also the holders of equity shareholders participate in the profits available after all preferential rights have been fully satisfied. ഇനി എല്ലാ പ്രിഫറൻഷ്യൽ റൈറ്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഇക്വിറ്റി ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. Then they are not entitled to any fixed rate of dividend. പ്രിഫറൻസ് ഷെയർസിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു, ഇങ്ങനെയൊന്നും ഫിക്സഡ് ഡിവിഡൻഡ് ഒന്നും, അതായത് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആ ഡിവിഡൻഡ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഒന്നും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല. ബട്ട് ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഹാവിംഗ് വോട്ടിംഗ് റൈറ്റ്സ് ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്. പക്ഷേ കമ്പനിയുടെ ആക്ച്വൽ അല്ലെങ്കിൽ റിയൽ ഓണേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ദെൻ ഇവർക്കാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. ദെൻ സ്റ്റെപ്സ് ഇൻ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇനി ഷെയറിന്റെ ഇഷ്യൂല് സ്റ്റെപ്സ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ്, അതായത് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പല സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആപ്ലിക്കേഷൻ മണി കൊടുക്കും, അത് കഴിഞ്ഞ് അലോട്ട് ചെയ്യും, ദെൻ ഓരോ കോള് വിളിക്കും. ആ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. എന്താണ് പ്രോസ്പെക്ടസ്? ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ഓഫ് ദ കമ്പനി ടു ദ പബ്ലിക് ടു പർച്ചേസ് ഇറ്റ്സ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അപ്പൊ കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന ഇൻവിറ്റേഷൻ ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഷെയറോ ഡിബഞ്ചറോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ ഈ പ്രോസ്പെക്ടസ് നോക്കിയാൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ്. Those who wish to subscribe to the shares of the company submit application for shares along with the required application money to the bankers of the company. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൽ അടുത്തത് കമ്പനിയിൽ ഷെയർ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ആപ്ലിക്കേഷൻ മണിയോട് കൂടിയിട്ട്, എത്രയാണോ ആപ്ലിക്കേഷൻ മണി എന്നുള്ളത്, ഒരു ഷെയറിന് ഞാൻ നേരത്തെ പറഞ്ഞു പല ഇതായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്തതിൽ ആപ്ലിക്കേഷൻ മണി എത്രയാണോ അതോടൊപ്പം ആൾക്കാരെ അപ്ലൈ ചെയ്യുന്നു. അതാണ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്നത്. കമ്പനിയുടെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ആ ആപ്ലിക്കേഷൻ മണി എത്രയെന്ന് ഫിക്സ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് സ്റ്റേജ്, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. ദെൻ നമുക്ക് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ റിസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്റ്റാർട്ട് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പൊ ആപ്ലിക്കേഷൻ മണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അലോട്ട്മെന്റ് നടത്താൻ തീരുമാനിക്കുന്നു. അതായത് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ ആപ്ലിക്കൻസ്. നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷന്റെ ബേസിസിൽ നമ്മൾ ആപ്ലിക്കൻസിന് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. Then before allotment of shares, it is to be assured that the company has received the minimum subscription. പക്ഷേ അലോട്ട്മെന്റ് നടത്തുന്നതിന് മുമ്പ് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് കമ്പനി ഉറപ്പാക്കണം. അപ്പൊ എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? മിനിമം എമൗണ്ട് ടു ബി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യണം. കമ്പനി ഇഷ്യൂ ചെയ്തു ഷെയർ, അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു. അപ്പൊ പബ്ലിക് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തു, അതൊരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അത് ആ മിനിമം സബ്സ്ക്രിപ്ഷൻ കമ്പനിക്ക് ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടാകണം. അപ്പോഴേ നമുക്ക് അലോട്ട്മെന്റ് നടത്താൻ പറ്റുള്ളൂ. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ടു ബി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യണം, പബ്ലിക് വാങ്ങണം. അത് എത്ര? ആ മിനിമം എമൗണ്ടിനാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ആ മിനിമം സബ്സ്ക്രിപ്ഷൻ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവണം. As per rules, allotment of shares is to be made within 120 days of the issue of prospectus. അപ്പോൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് അത് കഴിഞ്ഞിട്ട് 120 ദിവസത്തിനുള്ളിൽ ചെയ്യണം. Then next, a letter of allotment. The next stage in the issue of shares is dispatching letter of allotment to those applicants to whom shares have been allotted. അപ്പോൾ ഷെയർ അലോട്ട് ചെയ്തവർക്ക്
ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് അയക്കുന്നു, അതുപോലെ അലോട്ട് ചെയ്യാത്തവർക്ക് ലെറ്റർ ഓഫ് റിഗ്രറ്റും അയക്കുന്നു. ദെൻ മേക്കിംഗ് കോൾസ്. അടുത്തത് കോൾ വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഷെയറിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ മണി, ദെൻ അലോട്ട്മെന്റ്, ദെൻ ഡിഫറെന്റ് കോൾസ്. അപ്പൊ അതിൽ കോൾ വിളിക്കുന്നു. A call is a demand made by a company on its members to pay the whole or part of the unpaid amount on shares held by them. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആദ്യ ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെന്റ് മണിയുമേ അടച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഡിനോമിനേഷൻ ആയിട്ട്, അതായത് 100 ആണ് ഷെയറിന്റെ വില എങ്കിൽ ആപ്ലിക്കേഷൻ മണി ചിലപ്പോൾ 20 റുപ്പീസ് ആയിരിക്കും, അലോട്ട്മെന്റ് മണി 20 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ഡിഫറെന്റ് കോൾസ് ആയിട്ടാണ് കമ്പനി വിളിക്കുന്നത്. അപ്പൊ കോൾ എന്ന് പറയുന്നത് അൺപെയ്ഡ് എമൗണ്ടിൽ എത്ര എമൗണ്ട് ആണോ കമ്പനി, ചിലപ്പോൾ അത് ഹോൾ ആയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ കമ്പനി അതിന്റെ പാർട്ടായിട്ട് വിളിക്കാം. അതിനെയാണ് കോൾസ് എന്ന് പറയുന്നത്. എമൗണ്ട് അടക്കാൻ പറഞ്ഞിട്ട് ഡ്യൂ ആയിട്ടുള്ള അൺപെയ്ഡ് എമൗണ്ടിൽ നിന്ന് അടക്കാൻ പറഞ്ഞിട്ട് വിളിക്കുന്നു കമ്പനി. A company can collect amount due from its members in 2 or 3 installments called first call, second call and final call etc. കമ്പനിക്ക് 2 or 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് വിളിക്കാം. അതിനാണ് നമ്മൾ ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, ഫൈനൽ കോള് എന്നൊക്കെ പറയുന്നത്. ഇനി ഷെയർ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം? ഷെയർസ് മേ ബി ഇഷ്യൂഡ് അറ്റ് ഫേസ് വാല്യൂ ഓർ അറ്റ് എ പ്രീമിയം. സാധാരണ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഒന്നുകിൽ ഫേസ് വാല്യൂവില് അല്ലെങ്കിൽ പ്രീമിയത്തിൽ. അപ്പൊ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ വാല്യൂ, നോമിനൽ വാല്യൂ. അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇക്വിറ്റി ഷെയർ 10 രൂപയുടെ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫേസ് വാല്യൂ 10 റുപ്പീസ് തന്നെ. ആ ഒറിജിനൽ വാല്യൂവിനെയാണ് നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അറ്റ് എ പ്രീമിയം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ഇറ്റ്സ് നോമിനൽ വാല്യൂ. അപ്പൊ നോമിനൽ വാല്യൂവിനേക്കാൾ കൂടിയ വിലയിൽ വിൽക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അതിനെ ഷെയർസ് ഇഷ്യൂയിങ് അറ്റ് എ പ്രീമിയം എന്ന് പറയുന്നത്. ഷെയറിന്റെ വാല്യൂവിനേക്കാൾ കുറച്ച് കൂട്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഓഫ് ₹15. 10 റുപ്പീസ് വാല്യൂ ഉള്ള ഷെയർ 15 റുപ്പീസിന് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ 5 റുപ്പീസ് പ്രീമിയം ആണ്. ഇനി അടുത്തത് ഇഷ്യൂ അറ്റ് എ ഡിസ്കൗണ്ട് ആണ്. പക്ഷെ ആസ് പെർ സെക്ഷൻ 53 ഷെയർസ് cannot be issued at a discount except sweat equity shares. അപ്പൊ ഇഷ്യൂ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ വാല്യൂവിനേക്കാൾ കുറഞ്ഞ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ കമ്പനീസ് ആക്ട് പ്രകാരം അതിന്റെ സെക്ഷൻ 53 പ്രകാരം സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മാത്രമേ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. സാധാ ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇനി അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത് ജേണൽ എൻട്രി ആണ്. ഇത് ബേസിക് ജേണൽ എൻട്രി ആണ്. ഇനി അങ്ങോട്ടേക്ക് എല്ലാത്തിനും ഈ ബേസിക് ജേണൽ എൻട്രീസ് നന്നായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ജേണൽ എൻട്രികൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബേസിക് ജേണൽ എൻട്രി നന്നായിട്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് തന്നെ കമ്പനിക്ക് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു. കാരണം പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആപ്ലിക്കേഷൻ മണിയോട് കൂടിയാണ് ആപ്ലിക്കേഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് ആപ്ലിക്കേഷൻ മണി കിട്ടിയത്. ദെൻ ഈ ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ആപ്ലിക്കേഷൻ മണിയെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ സ്റ്റെപ്പ് പോലെ നമ്മൾ പഠിച്ച സ്റ്റെപ്സ് ആ സ്റ്റെപ്പ് വൈസ് തന്നെയാണ് ജേണൽ എൻട്രീസും വരുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റ് നടത്തുന്നു. അലോട്ട്മെന്റ് നടത്തുമ്പോൾ നമുക്കറിയാം എത്ര ഷെയറിന് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അത്രയും പേർക്കേ നമ്മൾ അലോട്ട്മെന്റ് നടത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എമൗണ്ട് കിട്ടിയതല്ല കാണിക്കുക, ഡ്യൂ ആക്കും അലോട്ട്മെന്റ്. കാരണം എത്ര നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടിയ അത്രയും ആൾക്കാർക്ക് മാത്രമേ നമ്മൾ അലോട്ട്മെന്റ് നടത്തുന്നുള്ളൂ. അതുകൊണ്ട് കമ്പനിക്ക് അറിയാം എത്ര പേർക്ക് അലോട്ട് ചെയ്യണം. അതുകൊണ്ട് അത് ഡ്യൂ ആക്കുന്ന എൻട്രിയാണ് ആദ്യം പാസ്സാക്കുക. അതായത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ആദ്യം അത് ഡ്യൂ ആക്കി. ദെൻ നെക്സ്റ്റ് ആ എമൗണ്ട് അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മളിവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തത് കാണിച്ചിട്ടാണ് ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റിയത്. കാരണം നമുക്ക് അറിയില്ല എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര എമൗണ്ട് ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത് കാണിച്ചത്. പക്ഷെ അലോട്ട്മെന്റ് വരുമ്പോൾ കമ്പനിക്ക് അറിയാം എത്ര പേർക്ക് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അത്രയും പേർക്ക് മാത്രമേ കമ്പനി അലോട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അലോട്ട്മെന്റ് ഡ്യൂ ആക്കുന്ന എൻട്രി ആദ്യം കാണിക്കുന്നത്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കോൾ ഫൈനൽ കോളിനൊക്കെ ചെയ്യുന്നത്. ഓൺ മേക്കിംഗ് ഫസ്റ്റ് കോൾ, ആദ്യം ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കുന്നു.
ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ഒരു ഷെയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ഫസ്റ്റ് കോൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട്. ദെൻ ഓൺ റെസിപ്റ്റ് ഓഫ് ഫസ്റ്റ് കോൾ മണി, എന്നിട്ടാണ് ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. Then on second and final call, share second and final call account letter to share capital. ആദ്യം ഡ്യൂ ആക്കുന്നു. Then on receipt of second and final call, journal entry, bank account letter to share. ഏതാണോ സെക്കൻഡ് കോൾ ആണെങ്കിൽ സെക്കൻഡ് കോൾ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എങ്ങനെയാണോ കോള് അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ എൻട്രീസ് എല്ലാം ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ആണെന്ന് കാണിക്കുന്നു, അലോട്ട്മെന്റ് ആകുമ്പോൾ അലോട്ട്മെന്റ് ആണെന്ന് കാണിക്കുന്നു. ദെൻ എല്ലാം എൻട്രീസ് ഒരേപോലെ തന്നെയാണ്. ദെൻ ഓരോ കോളുകൾ റെക്കോർഡ് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു പ്രോബ്ലം നോക്കാം. അശോക് ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് an authorized capital of 2,50,000 rupees divided into equity shares of 10 rupees each. അപ്പൊ 2,50,000 ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 10 rupees each എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 25,000 ഷെയർസ് ഉണ്ടാവും. 25,000 ഷെയർസ്, അതായത് 2,50,000 ക്യാപിറ്റൽ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു 10 റുപ്പിയുടെ ഷെയറുകളായിട്ട് എന്ന് പറയുമ്പോൾ 25,000 ഷെയർസ് മൊത്തം ഉണ്ടാവും. ദ കമ്പനി ഓഫേർഡ് ടു ദ പബ്ലിക് 20,000 ഷെയർസ് പേയബിൾ ആസ് ഫോളോസ്. മുഴുവൻ ഷെയറും കമ്പനി ഓഫർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നില്ല. ഇഷ്യൂ ചെയ്യുന്നത് ഓൺലി 20,000 ഷെയർസ് മാത്രം. ദെൻ ആപ്ലിക്കേഷൻ മണി ആയിട്ട് 2 rupees ആണ്. അലോട്ട്മെന്റിന് വിളിക്കുന്നത് 3 rupees ആണ്. ഫസ്റ്റ് കോള് 3 rupees ആണ്. ദെൻ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് 2 മാസത്തിന് ശേഷമാണ് ഫസ്റ്റ് കോൾ നടത്തിയിരിക്കുന്നത്. സെക്കൻഡ് കോൾ നടത്തുന്നത് അലോട്ട്മെന്റിന് ശേഷം 4 മാസത്തിന് ശേഷമാണ്. ഓൺ സെക്കൻഡ് കോൾ 2 per share. അപ്പൊ 2 + 3 + 3 + 2 10 ആയി. ഇനി 4 സ്റ്റെപ്പ് ആയിട്ടാണ് കമ്പനി ഷെയറിന്റെ ഇഷ്യൂ നടത്തിയത്. Then the shares were fully subscribed by the public. പബ്ലിക് ഫുൾ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു മുഴുവൻ, അതായത് 20,000 ഷെയറിനും ആപ്ലിക്കേഷൻ കിട്ടി. Application money was received on 25th August 2017. The directors made the allotment on 15th September 2017. നമുക്ക് ജേണൽ എഴുതുമ്പോൾ ഈ ഡേറ്റ് ഒക്കെ ശ്രദ്ധിക്കണം. All amounts due were received within 20 days of allotment and calls. അപ്പോൾ അലോട്ട്മെന്റും കോളും ഒക്കെ നടത്തിയപ്പോൾ എമൗണ്ടുകളൊക്കെ 20 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടി. പാസ് ജേണൽ എൻട്രീസ്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി ഈ പറഞ്ഞ പോലെ ജേണൽ എൻട്രി പാസ്സാക്കണം. അപ്പൊ ഏറ്റവും ആദ്യം ആപ്ലിക്കേഷന്റെയാണ് ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ആപ്ലിക്കേഷൻ മണി കിട്ടിയത്? 25th August 2017. അപ്പൊ നമ്മൾ ആദ്യം ആ എമൗണ്ട് കിട്ടിയത് കാണിച്ചിട്ടാണ്, ഷെയർ ആപ്ലിക്കേഷന്റെ എമൗണ്ട് കിട്ടിയത് കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻ മണിയെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ 20,000 ഷെയർസ് ആപ്ലിക്കേഷന് വരുന്നത് 2 per share ആണ്. 20,000 into 2 that is equal to 40,000. Bank account letter to share application 40,000. Application money received. Then ഈ ഷെയർ ആപ്ലിക്കേഷനെ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ജേണൽ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 40,000. നെക്സ്റ്റ് നമുക്കറിയാം അലോട്ട് ചെയ്യുന്നത് നമ്മൾ ഈ അപ്ലൈ ചെയ്തവർക്കേ അലോട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അലോട്ട്മെന്റ് ഡ്യൂ ആക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് എമൗണ്ട് റിസീവ് ചെയ്തത് കാണിക്കുന്നത്. അപ്പൊ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ഡ്യൂ ആക്കി. അപ്പൊ അലോട്ട്മെന്റിന്റെ എമൗണ്ട് എത്രയാണ്? 3 per share ആണ്. അപ്പൊ 20,000 ഷെയർ ആണ് into 3 that is equal to 60,000. അപ്പൊ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 60,000. നെക്സ്റ്റ് അലോട്ട്മെന്റ് എമൗണ്ട് റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് 60,000. ഇനി അടുത്തത് നോക്കുക, നമുക്ക് എത്ര കോൾ ഉണ്ട്? 2 കോളാണുള്ളത്. ഒന്ന് ഫസ്റ്റ് കോള് 3 per share. ഇതൊക്കെ ഡേറ്റ് തന്നിട്ടുണ്ട് കേട്ടോ, ഓരോന്നിന്റെയും ഡേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ജേണലിന്റെ ഡേറ്റ് ഇടണം. 3 per share. ദെൻ ഫസ്റ്റ് കോള് 3 per share, സെക്കൻഡ് കോള് 2 per share. അപ്പൊ ആദ്യം നവംബർ 15 ഫസ്റ്റ് കോള് നമ്മൾ ഡ്യൂ ആക്കുന്നു. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 3 per share ആണ്. അപ്പൊ 20,000 into 3 60,000. ദെൻ അതിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു. ആദ്യം ഡ്യൂ ആക്കി, നെക്സ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം റിസീവ് ചെയ്തു. The shares were fully subscribed by the public. Then application money was received on 25th August. Then all amounts due were received within 20 days of allotment and calls. അലോട്ട്മെന്റും കോളും ഒക്കെ നടത്തിയിട്ട് 20 ഡേയ്സിനുള്ള എല്ലാ എമൗണ്ടും നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇവിടെ നവംബർ 15 നമ്മൾ ഫസ്റ്റ് കോള് നടത്തി. ദെൻ എമൗണ്ട് ഡിസംബർ 5 നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ 3 per share ആണ്. 3 രൂപയാണ് ഒരു കോള്, ഫസ്റ്റ് കോള്.
into 20,000 ആണ് number of shares. Then amount receive ചെയ്തു, first call money receive ചെയ്തു. Then second call നടത്തുന്നു, 2 per share ആണ്. ആദ്യം നമ്മൾ ഡ്യൂ ആക്കുന്നു. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ 2 rupees വെച്ചിട്ട് 20,000 ഷെയർസിന് 40,000 rupees. ദെൻ നമ്മൾ അവന്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു 20 ഡേയ്സിനുള്ളിൽ തന്നെ എമൗണ്ട് റിസീവ് ചെയ്യും. അപ്പൊ February 5th ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 40,000 rupees. അപ്പൊ ആ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്തു. ഇനിയാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം. പ്രീമിയത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞു പ്രീമിയം എന്ന് പറയുന്നത് ഇഫ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ഇറ്റ്സ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലിന്, അതായത് 10 രൂപയുടെ ഷെയർ 15 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ ഷെയർ പ്രീമിയത്തിന്റെ കാര്യത്തിൽ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് അമെൻഡ്മെന്റ് ആക്ട് 1999 ഓൾ പ്രീമിയം റിസീവ്ഡ് ഫ്രം ഷെയർസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ആൻ അക്കൗണ്ട് കോൾഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. പ്രീമിയം റിസീവ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം, വിച്ച് ഈസ് നോൺ ആസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 52 അത് തന്നെയാണ് പറയുന്നത്. ഇതിനു ശേഷം വന്നാണ് കമ്പനീസ് ആക്ട് 2013. അതിന്റെ സെക്ഷൻ 52 പറയുന്നത് പ്രീമിയം ലഭിക്കുന്നത്, കമ്പനിക്ക് കിട്ടുന്ന പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടുന്നത്. അപ്പൊ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കാം. അപ്പൊ നമുക്ക് പ്രീമിയം നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ മണിയുടെ കൂടെ കളക്ട് ചെയ്യാം, അതല്ലെങ്കിൽ അലോട്ട്മെന്റ് മണിയുടെ കൂടെ കളക്ട് ചെയ്യാം. ഒന്നുകിൽ ആപ്ലിക്കേഷന്റെ സമയത്ത് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ സമയത്ത് കളക്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം, ആപ്ലിക്കേഷന്റെ ഒപ്പമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ, ഷെയർ ആപ്ലിക്കേഷന്റെ ഒപ്പമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ. ദെൻ നമുക്ക് കിട്ടിയ എമൗണ്ട് ഷെയർ പ്രീമിയം കിട്ടിയ എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അതിലെ ആപ്ലിക്കേഷൻ ഷെയറിന്റെ വാല്യൂയിലേക്ക് ആപ്ലിക്കേഷൻ മണി എത്ര വന്നു അത് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നു, പ്രീമിയത്തിന്റെ എമൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇനി അലോട്ട്മെന്റിന്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നതെങ്കിൽ ജേർണൽ എൻട്രി ആദ്യം നമ്മൾ ഡ്യൂ ആക്കുമ്പോൾ തന്നെ അത് കാണിക്കും. ഈ ജേർണൽ എൻട്രിയിലാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്ന ജേർണൽ എൻട്രിയിലാണ് പ്രീമിയം റെക്കോർഡ് ചെയ്തത്. അപ്പൊ ഇവിടെ ഡ്യൂ ആക്കുമ്പോഴാണ് അത് കാണിക്കുക. അപ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അപ്പൊ അലോട്ട്മെന്റിന്റെ എമൗണ്ട് എത്രയാണോ അത് ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര മാറ്റുന്നു, പ്രീമിയത്തിന്റെ എമൗണ്ട് കാണിക്കുന്നു. ദെൻ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് കിട്ടിയ എമൗണ്ട് ടോട്ടൽ കാണിക്കുന്നു. Then calls in advance. It is a call amounts received in advance by a company from its shareholders. Calls in advance എന്ന് പറയുന്നത് കമ്പനി അഡ്വാൻസ് ആയിട്ട് കോൾ മണി പബ്ലിക്കിൽ നിന്നും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് റിസീവ് ചെയ്യുന്നു. അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. Then the amount is to be credited to calls in advance account and is shown as a liability in balance sheet. ഈ എമൗണ്ട് നമ്മൾ ഒരു ലയബിലിറ്റിയാണ് കമ്പനിക്ക്, കാരണം അഡ്വാൻസ് ആയിട്ട് പൈസ ഷെയർ ഹോൾഡേഴ്സ് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ലയബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ അതിന്റെ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് കോൾസ് ഇൻ അരിയർ. ചിലപ്പോ it often happens that some shareholders fail to pay the allotment or call money due by them to the company. ചിലപ്പോൾ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് കൊണ്ട് ചിലർക്ക് അലോട്ട്മെന്റ് മണിയോ കോൾ മണിയോ അടക്കാൻ പറ്റാതെ വരും. The total of such unpaid calls is known as calls in arrear. അപ്പോൾ അങ്ങനെയുള്ള എമൗണ്ടിന്റെ അവരടക്കാത്ത കോൾ മണി അടച്ചിട്ടില്ല അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണി അടച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ടോട്ടലിനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ഒരു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് കമ്പനി കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസിൽ പറഞ്ഞു ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മുടെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ കോളിലാണ് വരുന്നതെങ്കിൽ അതിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിർബന്ധമൊന്നുമില്ല. It is shown as a deduction from the called up capital on the liability of the balance sheet. ബാലൻസ് ഷീറ്റിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്ഷൻ ആയിട്ട് അത് കാണിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഇനി ഒരു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ എന്താ ജേർണൽ എൻട്രി? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് ഓർ പർട്ടിക്കുലർ കോൾ. അലോട്ട്മെന്റിന്റെ സമയത്താണെങ്കിൽ ടു ഷെയർ അലോട്ട്മെന്റിനാണ് പൈസ അടച്ചിട്ടില്ല എങ്കിൽ, അല്ല ഏതെങ്കിലും കോളിന്റെയാണ് പൈസ അടക്കാത്തതെങ്കിൽ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ടു കോൾ, ഫസ്റ്റ് കോളോ ഫൈനൽ കോളോ ഏതാണ്.
നരേഷൻ എമൗണ്ട് ഓഫ് അൺപെയ്ഡ് കോൾസ്. ഇനി അടുത്തത് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഇപ്പൊ നമ്മൾ പ്രീമിയവും കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസും ഒക്കെ പഠിച്ചു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ആൽഫ ലിമിറ്റഡ് issued 25,000 equity shares of 10 rupees each at a premium of 1 rupee per share, payable as 2 rupees on application, 4 on allotment, including premium. അലോട്ട്മെന്റിന്റെ സമയത്താണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്. പ്രീമിയം 1 രൂപയാണ്. അപ്പൊ ആക്ച്വലി അലോട്ട്മെന്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 rupees ആണ്. അതിന്റെ കൂടെ പ്രീമിയം കൂടെ കളക്ട് ചെയ്യുമ്പോൾ 4 രൂപ. 3 on first call and 2 on second and final call. അപ്പൊ ഒരു ഷെയറിന്റെ വാല്യൂ 10 rupee ആണ്. അപ്പൊ 2 ആപ്ലിക്കേഷൻ, 3 ആണ് അലോട്ട്മെന്റ്, 1 rupee പ്രീമിയം ആണ്. അപ്പൊ 2 plus 3 plus 3 plus 2, 10 rupee. On making the second and final call, a holder of 1,000 shares failed to pay the call money. ഇനി ഫൈനൽ കോൾ വിളിക്കുമ്പോൾ നമുക്ക് 2 കോളേ ഉള്ളൂ. ആ ഫൈനൽ കോൾ വിളിക്കുമ്പോൾ 1000 ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന ഒരാള് കോൾ മണി അടക്കാനായിട്ട് ആൾക്ക് സാധിച്ചില്ല. ഓൾ ദ ഷെയർസ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. എല്ലാ ഷെയറും സബ്സ്ക്രൈബ് ചെയ്തു. അതായത് 25,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്. എല്ലാ ഷെയർസും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു. ഗിവ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബുക്കിൽ ജേണൽ എൻട്രീസ് കൊടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ 25,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് പ്രീമിയം പറഞ്ഞിരിക്കുന്നത് അലോട്ട്മെന്റിന്റെ സമയത്താണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷന്റെ സമയത്ത് അത് നോക്കണ്ട. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ, എത്ര ഷെയർസ്, എല്ലാ ഷെയറും സബ്സ്ക്രൈബ് ചെയ്തു. ഇവിടെ പറയുന്നുണ്ട് ഓൾ ഷെയർസ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. 25,000 ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയർസും സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ 25,000ഉം സബ്സ്ക്രൈബ് ചെയ്തു. ആപ്ലിക്കേഷൻ മണി 2 per ഷെയർ ആണ്. അപ്പോൾ 25,000 into 2, that is equal to 50,000. Then next, share application account letter to share capital. ഈ ആപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, 50,000. നെക്സ്റ്റ് അലോട്ട്മെന്റ് ആണ്. അലോട്ട്മെന്റ് സ്റ്റേജിലാണ് ഷെയർ പ്രീമിയം കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, ഷെയർ പ്രീമിയം കളക്ട് ചെയ്യുമ്പോൾ അതിനെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്കാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടുന്നത്. ഇവിടെ അലോട്ട്മെന്റിന്റെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അലോട്ട്മെന്റിന്റെ സമയത്താണ് ഇൻക്ലൂഡിംഗ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്. 1 per ഷെയർ ആണ് പ്രീമിയം. അപ്പൊ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഇവിടെ ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് 25,000 ആണ് ഷെയർസ് ഇൻറ്റു 4 rupee ആണ് ടോട്ടൽ കളക്ട് ചെയ്യുന്നത്. നോക്കൂ, 4 rupee, അതിൽ 3 rupee ആണ് ഷെയറിലേക്കും 1 rupee പ്രീമിയവും. അപ്പൊ 1 lakh, 25,000 into 4 എന്ന് പറയുമ്പോൾ 1 lakh. ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിലേക്ക് അലോട്ട്മെന്റിൽ എത്രയേ പോകുന്നുള്ളൂ, 3 rupees per ഷെയറേ പോകുന്നുള്ളൂ. അതായത് 75,000. 25,000 into 3. Then 1 rupee പ്രീമിയം ആണ്. അത് നമ്മൾ 2 സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 25,000. 1 രൂപ വെച്ചിട്ട് 25,000 ഷെയർസിന് പ്രീമിയം, അത് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ 75,000, ടു സെക്യൂരിറ്റീസ് പ്രീമിയം 25,000. ഇനി എമൗണ്ട് റിസീവ് ചെയ്തു, നമുക്ക് ടോട്ടൽ 1 lakh കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് 1 lakh. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് കോള് ഫസ്റ്റ് കോള് 3 per ഷെയർ ആൻഡ് സെക്കൻഡ് കോള് 2 per ഷെയർ. അതില് on making the second and final call, a holder of 1,000 shares failed to pay the call money. അപ്പൊ ഫസ്റ്റ് കോളിൽ നമുക്ക് ആരും ഫെയിൽ ആയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് കോളിന് നമുക്ക് സാധാരണ പോലെ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കുന്നു. ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ 3 per ഷെയർ ആണ്. അപ്പൊ 25,000 into 3, 75,000. then എമൗണ്ട് റിസീവ് ചെയ്തതായിട്ട് കാണിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 75,000. ഇനി സെക്കൻഡ് കോൾ നമ്മൾ ഡ്യൂ ആക്കുന്നു. എത്രയാണ്, ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ 2 per ഷെയർ ആണ്. 25,000 into 2, 50,000. പക്ഷെ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് 1,000 ഷെയറിനുള്ള ആള് ഫെയിലായി, പൈസ അടക്കാൻ ഫെയിലായി, പൈസ അടച്ചില്ല. അപ്പൊ നമ്മളത് ഇവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ കോൾസ് ഇൻ അരിയർ ആണ്. കോൾസ് ഇൻ അരിയർ നമ്മൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. കോൾസ് ഇൻ അരിയർ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് സ്പെഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എങ്കിൽ അവിടെ നമ്മൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഷെയർ പർട്ടിക്കുലർ കോൾ അങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് 48,000, അതായത് 25,000 ഷെയർസിൽ 2 rupees ആണ് നമുക്ക് ലാസ്റ്റ് കോള്. പക്ഷെ അതിൽ 24,000 ഷെയർസിന്റെ കിട്ടിയുള്ളൂ. 1,000 ഷെയർസിന്റെ 2 rupees per ഷെയർ നമുക്ക് കിട്ടിയിട്ടില്ല.
അതായത് 2000 നമുക്ക് കിട്ടിയിട്ടില്ല. 24,000 ഷെയർസിനുള്ളതേ നമുക്ക് 2 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 48,000. Then calls in arrear account letter 2,000. 1,000 shares into 2. 2,000. 2 share second and final call 50,000. അപ്പൊ നമ്മൾ ഫുൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഈ 48 പ്ലസ് 2 50,000. ഇങ്ങനെയാണ് നമ്മൾ കോൾസ് ഇൻ എരിയറും പ്രീമിയം ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. Then issue of preference shares. The formalities and steps for issuing preference shares are almost same as that of equity shares. നമ്മളിപ്പോൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ജേണൽ എൻട്രിയും അതിന്റെ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു. ഏകദേശം അതുപോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ്, കോൾ മണി അങ്ങനെയൊക്കെ തന്നെയാണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് ഫുള്ള് വീണ്ടും അതേ ജേണൽ എൻട്രീസ് തന്നെയാണ് നമുക്ക് വരെ. ആകെ ഷെയറിന്റെ പേര് പറയുമ്പോൾ മാറ്റം ഉണ്ടാവും. ഇവിടെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു 8% പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ. അത് എപ്പോഴും പ്രിഫറൻസ് ഷെയറിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് ഡിവിഡൻഡിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിന്റെ പെർസെന്റേജ് എത്രയാണ് ഡിവിഡൻഡിന്റെ പെർസെന്റേജ് എന്നുള്ളത് ഷെയറിന്റെ കൂടെ എപ്പോഴും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു 8% പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ അങ്ങനെ തന്നെ എഴുതും. എത്ര പെർസെന്റേജ് ആണോ പ്രോഫിറ്റ് ദെൻ പ്രിഫറൻസ് ഷെയർ ആണെന്ന് കൂടെ കാണിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു എത്ര പെർസെന്റേജ് ആണോ ആ പെർസെന്റേജ് പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ. ദെൻ ആ പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷനെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്നു. ഇവിടെ നേരത്തെ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതി. ഇവിടെ 8% പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് അതിനെ മാറ്റുന്നു. പിന്നെ അലോട്ട്മെന്റിന്റേതും കോളിന്റെ ഒക്കെ ജേണൽ എൻട്രി നമ്മൾ ഇക്വിറ്റി ഷെയർസിന്റെ പഠിച്ചതുപോലെ തന്നെ എല്ലാത്തിലും ഇതുപോലെ എത്ര പെർസെന്റേജ് ആണോ അതിന്റെ പ്രോഫിറ്റും അത് പ്രിഫറൻസ് ഷെയർ ആണെന്നും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെന്നും കാണിക്കും. അത് മാത്രമേ ഉള്ളൂ, പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ അതിന്റെ പ്രോബ്ലം ഞാൻ കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഡിബെഞ്ചേഴ്സ് ആണ്. Then joint stock companies requires long-term finance for the development programs. അപ്പോൾ കമ്പനീസിന് പെട്ടെന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഡെവലപ്മെന്റ് പ്രോഗ്രാം എക്സ്പാൻഷനോ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഫിനാൻസ് ആവശ്യം വരും, ലോങ് ടേം ഫിനാൻസ് ആവശ്യം വരാം. പക്ഷെ അതിന് ക്യാപിറ്റലിനെ റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം കൂടും. അപ്പോൾ അവരുടെ വോട്ടിംഗ് റൈറ്റ് കൂടും. അപ്പൊ അതിന് പകരം കമ്പനി ചെയ്യുന്നതാണ് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. Companies may borrow money from the public at a fixed rate of interest for a fixed period. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ നിന്നും കമ്പനി ബോറോ ചെയ്യുന്നു. അങ്ങനെയുള്ള ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് വൺ ഓഫ് ദ വേ ഓഫ് സച്ച് ബോറോയിങ്. അങ്ങനെ ബോറോ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ കമ്പനി ഓഫർ ചെയ്യാണ് പബ്ലിക്കിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരാം ഇത്ര ഫിക്സഡ് പീരീഡിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. Thus, the amount collected through the issue of debentures constitute the borrowed or debt capital of the company. അപ്പൊ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് കമ്പനി കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലിനെ ബോറോഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. കമ്പനിക്ക് കടമാണത്. Then the debenture holders are therefore treated as creditors. അപ്പൊ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. They get interest and have no voting right. അവർക്ക് കറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. അവർക്ക് പ്രത്യേകിച്ച് റൈറ്റ് വോട്ടിംഗ് റൈറ്റ് ഒന്നും കമ്പനിയിലില്ല. The issue of debentures. The steps for issuing debentures are like that of issue of shares. അപ്പോൾ ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂ ചെയ്യുന്നതിന്റെയും സ്റ്റെപ്സ് ഷെയർ ഇഷ്യൂ പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ദെൻ ഇവിടെ ഒരു ഇതുള്ളത് എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് മേ ബി കളക്ടഡ് ഇൻ ലംസം ഓർ ഇൻസ്റ്റാൾമെന്റ്. എമൗണ്ട് വേണമെങ്കിൽ ലംസമായിട്ട് കളക്ട് ചെയ്യാം, ഒറ്റയായിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് അങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും കളക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇത് പഠിച്ച അതേ പാറ്റേൺ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പഠിച്ച അതേ പാറ്റേണിലാണ് ഡിബഞ്ചറിന്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു എമൗണ്ട് എഴുതുമ്പോൾ 10% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ, എത്രയാണോ അതിന്റെ പെർസെന്റേജ് ഇൻട്രസ്റ്റ് ദെൻ അതിന്റെ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആണെന്ന് കാണിക്കുന്നു. നേരത്തെ ഷെയർ ആപ്ലിക്കേഷൻ ആയിരുന്നു, ഇവിടെ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. അതിന്റെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റും കൂടെ കാണിക്കും. ദെൻ അതിനെ മാറ്റുമ്പോൾ നമ്മൾ നേരത്തെ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി, ഇവിടെ മാറ്റുമ്പോൾ 10% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് അല്ല മാറ്റുന്നത്, ഡിബഞ്ചർ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ 10% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു 10% ഡിബഞ്ചർ അക്കൗണ്ട്. ഈ അലോട്ട്മെന്റ് ചെയ്യുമ്പോഴും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ തന്നെ 10% ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു 10% ഡിബഞ്ചർ അക്കൗണ്ട്. നമ്മൾ അലോട്ട്മെന്റ് ഡ്യൂ ആക്കുമ്പോൾ 10% ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ലെറ്റർ ടു 10% ഡിബഞ്ചർ അക്കൗണ്ട്. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട്.
അതേ സ്റ്റെപ്സ് തന്നെ നമ്മൾ ഷെയർ ഇഷ്യൂവിൽ പഠിച്ച അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സെപ്പറേറ്റ് പ്രോബ്ലം ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ഷെയർ ഇഷ്യൂ പഠിക്കുമ്പോൾ ഫസ്റ്റ് ആ ജേർണൽ എൻട്രീസ് നന്നായിട്ട് പഠിക്കുക. ആ ജേർണൽ എൻട്രീസ് ബേസിക് ജേർണൽ എൻട്രീസ് ആണ്. ആ ജേർണൽ എൻട്രീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ഇതിൽ പഠിക്കുന്നത്.